ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം. അവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, മൃഗമെന്നോ മനുഷ്യനെന്നോ ഇല്ല. എല്ലാ ജീവജാലങ്ങളും ഒന്നുപോലെ. അവയ്ക്കെല്ലാം സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ആത്മാനി സർവഭൂതാനി ഇവ പശ്യതി സപണ്ഡിത. എല്ലാ ജീവജാലങ്ങളും തന്നെ പോലെയാണെന്ന് കരുതുന്നവനാരോ അവനാണ് പണ്ഡിതൻ. എടാ കൺവീനർ കുഞ്ഞപ്പോ, ഞാൻ പറയാൻ എഴുതി വെച്ചത് നീ എടുത്ത് പറയുന്ന? അത് സാറേ, കുഞ്ഞപ്പോ, ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി എന്ന് നീ പലപ്പോഴും മറക്കുന്നു. ഇങ്ങോട്ടെടുക്ക്, ബാക്കി ഞാൻ പറയാം. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ആപ്തവാക്യം സ്വീകരിച്ച് നാട്യഗ്രഹം ഈ വർഷത്തെ കേരളപ്പിറവി ദിനാഘോഷവും ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കുവാൻ വേണ്ടി. എന്തിന്റെ ശില? അല്ല, നമ്മുടെ നാട്യഗ്രഹത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം. ശിലാസ്ഥാപന കർമ്മവും നിർവഹിക്കാൻ വേണ്ടി വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്റെ ദൈവമേ, ഇതുവരെ പരിപാടി തുടങ്ങിയില്ലേ? എടാ കുഞ്ഞപ്പാ, കൺവീനർ കുഞ്ഞപ്പാ. ആ വന്നല്ലോ. എടാ താൻ ആരാ? എന്നെ മനസ്സിലായില്ലേ? സാർ നേരത്തെ വിളിച്ചില്ലേ? അത് എന്നെയാണ്. ചാളു പിന്നെ അടിക്കാം. എടോ, താൻ ഇവിടുത്തെ ആരാണെന്നാ ചോദിച്ചേ? ഇവിടുത്തെ എല്ലാ പരിപാടികളും ദേ എന്റെ ഈ കൈക്കുള്ളിലായിരിക്കുന്നത്. അതാണ് ഈ കൺവീനർ കുഞ്ഞപ്പൻ. ദേ കയ്യില് മീൻകറിയൊക്കെ ഇരിക്കുന്നു. അത് ഞാനിങ്ങനെ ചോറുണ്ടോണ്ടിരുന്നപ്പോഴ് സാറ് വിളിച്ചപ്പോഴ് പെട്ടെന്ന് ഓടി വന്നപ്പോഴ് കൈ കഴുകാനിങ്ങനെ. ഓ, ചോറ് മീന് സുഖം അല്ലേ? സുഖം. ഈ നാട്യഗ്രഹത്തിന്റെ സെക്രട്ടറി ആയ ശേഷം എനിക്ക് ടെൻഷനോട് ടെൻഷനാ. സാറേ എതുക്ക് ടെൻഷൻ? ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ നാട്യഗ്രഹത്തിന്റെ വാർഷികവും എല്ലാ പരിപാടികളും നമ്മൾ പൊളിക്കും. പൊളിയാതിരുന്നാ മതി. നെഗറ്റീവ് അടിക്കല്ലേ സാറേ? നിനക്കത് പറയാം. വാർഷികമാണ്, പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ച് നാട്ടുകാരെ വിളിച്ചത് ഞാനാണ്. പരിപാടി എങ്ങാനും പൊളിഞ്ഞ നാട്ടുകാർ എന്നെ പഞ്ഞിക്കിടും. വിളിച്ചവരൊക്കെ വന്നോ?
വന്നോന്നാ ദേ അങ്ങോട്ട് നോക്കിയേ. ചീഫ് ഗസ്റ്റ്, ചെയർമാൻ, പ്രിൻസിപ്പൽ, ഈ നാട്യഗ്രഹത്തിൽ പഠിച്ചവര്, പഠിക്കാത്തവര്, പഠിപ്പിച്ചവര്, പഠിപ്പിക്കാത്തവര്, വിളിച്ചവര്, വിളിക്കാത്തവര്, വിളിച്ചവരുടെ വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര്, ബന്ധുക്കള്, കുട്ടിക്കുറുമാലകൾ വരെ സകലരും ദേ വന്നിരിപ്പുണ്ട്. ആണോ സാറേ? മൈക്കെടുത്ത് അനൗൺസ്മെന്റ് തുടങ്ങും സാറേ. അതിന് ആദ്യത്തെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ? അത് പൂജ ഡാൻസ്. ഇനി പൂജയും ഉണ്ടോ? ഓ, പൂജയല്ല സാറേ, പൂജ ഡാൻസ്. അതായത് ഈ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ ഇരിക്കാൻ പറയണം. അതല്ല, ഇരുന്നതിന് ശേഷമേ ചായ കൊടുക്കണം. ഓ, ഇയാള് എന്റെ സാറേ അവരുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഉണ്ടല്ലോ, ആ ഡാൻസ് ആണ് ഈ പൂജ ഡാൻസ്. ഓ അങ്ങനെ. പിള്ളേരൊക്കെ റെഡി ആയോ? റെഡി ആയോന്നാ? അവരൊക്കെ എപ്പോഴേ റെഡിയാണ് സാറേ. സാർ അനൗൺസ് ചെയ്യും സാറേ. ഹലോ ചെക്ക്. സഹൃദയരെ, കലയുടെ, സംസ്കാരത്തിന്റെ, വൈവിധ്യത്തിന്റെ കേളി കേന്ദ്രമായ നാട്യഗ്രഹത്തിന്റെ വാർഷികവും കേരളപ്പിറവി ദിനാഘോഷവും അനുബന്ധ കലാപരിപാടികളും പൂജ ഡാൻസോടുകൂടി ആരംഭിക്കുന്നു. ആസ്വദിക്കൂ, അനുഗ്രഹിക്കൂ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ. എണ്ണി നമിക്കാമെന്നും ഞാൻ ആ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. ഗുരുവായൂരെ കണ്ണനു നാവിൽ പൊതിയൂട്ടാനായി നിൻ കുരുന്നു കൈകളിൽ ഒന്നിൽ കദളി പഴമുണ്ടല്ലോ. ഗുരുവായൂരെ കണ്ണനു നാവിൽ പൊതിയൂട്ടാനായി നിൻ കുരുന്നു കൈകളിൽ ഒന്നിൽ കദളി പഴമുണ്ടല്ലോ. കരിമ്പു പ്ലാവിൻ കനിയും മാമ്പഴമോരോ കരമതിലായി എടുത്തു നിൽക്കും കോമളരൂപം അടുത്തു കാണേണേ, എന്നുടെ അകത്തിരിക്കേണേ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ, ഉദയ ദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. വാഹനമേറി നടന്നീ ലോകം ചുറ്റാതെ, നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ. കുഞ്ഞലി വാഹനമേറി നടന്നീ ലോകം ചുറ്റാതെ, നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ. ഉലകത്തെക്കാൾ വലുതാണമ്മയും അച്ഛനുമെന്നല്ലോ, ഉൾത്താമരയിൽ അങ്ങു കുറിച്ചൊരു ശാശ്വത മന്ത്രങ്ങൾ
പാവന സുഗന്ധ സത്യങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയെ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ. എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയെ, ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. സംഗമമേ ഒരു യോഗം, ക്ഷാണജലധിയേ ക്ഷീരാമൃതമായാമദനം ഒരു അമൃതഗീതം, ജീവിതമേ ചിരനർത്തനമായി. പദമുണരുകയായി ദ്രുതമധരത്തിൽ, പദമുണരുകയായി ദ്രുതമധരത്തിൽ, കൊലുസുകളായി ഹൃദയത്തിൽ
మదని మదని సని నిజని దని మగ మద గమం మరిగస കൈലാസത്തിൽ കാർത്തിക മാസ ശിവരൂപം ഹിമിരം വീണ പ്രമദവനത്തിൻ ഹിമദീപം നവരസ നടനം ജതിയുതഗമനം നവരസ നടനം ജതിയുതഗമനം ശിവഗിരി ചലനം സ്വരനദി പയനം ഭരതമായ നാട്യം വാഴി നിത്യനൃത്യം ഭരതമായ നാട്യം വാഴി നിത്യനൃത്യം അകലവ കിരണം താമസഹരണം അകലവ കിരണം താമസഹരണം ശിവന്റെ നയനത്രയലാസ്യം തക്കിട്ട തക്കിട്ട ധിമി നാട്യം തക്കിട്ട തക്കിട്ട ധിമി ലാസ്യം നമക ചമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവകവചം നടരാജ പാദ സുമരജം ധിരനന ധിരനന ധിര 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 നാദ വിനോദം നാട്യവിലാസം പരമസുഖം മഹിതം അഭിനയവേദം കപടനുവാദം അരുളും പരമപദമേ ഓംകാരം അഭിനയവേദം ശ്രുതിജതിഗതിലയകൾ ഓംകാരം അഭിനയവേദം ഗരിസരിഗ മഗരിസനി മദനിസരി സിസനിദമ മദനിസരിഗ ഗമഗരിസനി നിമദനിസരി സരിസനിദമ സരിസഗഗരിഗരി മാമഗമഗദാദ മദമനീനി സരിസരി ഗരിസനിദ മദനിസരി സനിദമ ഗമഗരി സനിദമഗ ഗരിസനിദനി ഗരിസനി ദരിസനിദമഗ ഗരിസനി ദരിസനിദമഗ മദനി ഓംകാരം അഭിനയവേദം ശ്രുതിജതിഗതിലയകളോ 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 സാറേ എങ്ങനുണ്ട് പൂജ ഡാൻസ്? ഗംഭീരമായി. ഞാൻ പറഞ്ഞില്ലേ സാർ, ഈ കൺവീനർ കുഞ്ഞപ്പ ഏറ്റതാ. അടുത്ത പരിപാടി ഏതാടോ? സാറേ അടുത്ത പരിപാടി വന്നിട്ട്. ആഹാ, ഇത് ആരാ? വാ വാ. ആരാ സാറേ ഇയാള്? ഇത് നാട്യഗ്രഹം കലാധരൻ, വലിയ എഴുത്തുകാരനാ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കർണാടക അല്ല കന്നഡ, അങ്ങനെ ഒട്ടുമിക്ക ഭാഷകളിലും അഗ്രഗണ്യനായ എഴുത്തുകാരനാ. എനിക്ക് ഈ പുകഴ്ത്തുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. താങ്കൾ പറഞ്ഞതൊക്കെ പച്ച പരമാർത്ഥങ്ങളാണ്. അതെ അതെ, ഞാൻ എഴുത്തുകാരനല്ല. അല്ലേ? ഈ സമൂഹം എന്നെ എഴുത്തുകാരനാക്കിയതാണ്. ഓ അങ്ങനെ. ഈ സമൂഹത്തിന്റെ ക്രൂരമായ മുഖം മൂടി പിച്ചി ചീന്തുകയാണ് എന്റെ ഈ തൂലിക. എന്റെ കഥാപാത്രങ്ങളെല്ലാം നിങ്ങളിലൊരാളാണ്, പച്ചയായ മനുഷ്യർ. ഈ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ വരികളും സമൂഹത്തിലെ പലരുടെയും പൊയ്മുഖങ്ങളിൽ ചെന്ന് പതിക്കുന്ന കറുപ്പായിരിക്കും. മാന്യരുടെ മുഖം മൂടി അണിഞ്ഞവരെ, നിങ്ങളുടെ നട്ടെല്ല് വളയും, ഒടിയും. എന്റെ പടവാളിന്റെ മൂർച്ച നിങ്ങളറിയും. ഇതൊക്കെ ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഞാനിത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഓഹോ, അപ്പൊ കംപ്ലീറ്റ് തള്ളാണല്ലേ? സാറേ ഈ സായിപ്പ് ഇവിടെ പഠിച്ചാണ്? അയ്യോ അല്ലല്ല, ഇയാൾക്ക് നമ്മുടെ നാടൊന്ന് കാണണമെന്ന്. ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ, എവിടാ? തമ്പാനൂര് കാർഡ് വാങ്ങാൻ പോയപ്പോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു. ദിസ് ഈസ് നാട്യഗ്രഹം. I want to see Kerala. ഓ, യു വാണ്ട് ടു സീ കേരള? ദാറ്റ് ഐ ഏറ്റു. കൺവീനർ കുഞ്ഞപ്പൽ ഏറ്റാൽ ഏറ്റതാണ്.
ഈ കേരളം എന്ന് പറഞ്ഞാലേ വെരി ഗുഡ് ആണ്. ദ പ്രകൃതി ഭംഗി ഓഫ് കേരള ഈസ് വെരി ബ്യൂട്ടിഫുൾ ലൈക്ക് മീ. ഐ വിൽ കൂടുതൽ പറഞ്ഞുതരാം. കം സായിപ്പേ കം. പ്രകൃതി ഭംഗിയെ കുറിച്ചൊക്കെ ഇതിന് മാത്രം എന്തോന്ന് പറയാൻ. പച്ചപ്പ്, വെള്ളം, വെള്ളം, പച്ചപ്പ്, അത്രയല്ലേ ഉള്ളൂ. അതുക്കും മേലെ എങ്കിലൊന്ന് അറിയണമല്ലോ. വാടോ. നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? പ്രകൃതി കേരളത്തിന്റെ വികൃതി എന്ന എന്റെ പുത്തൻ പുതിയ പുസ്തകത്തിൽ എല്ലാം ഞാൻ വിശദമായി പറയുന്നുണ്ട്. ഒന്ന് പോടോ. താൻ വരുന്നെങ്കി വാ. പ്രകൃതി ഭംഗി തുടങ്ങിയാ എന്തോ. ശ്യാമസുന്ദര കേരകേദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കേരകേദാര ഭൂമി മാനവക്കു സമത നൽകിയ മാവലിതൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കേരകേദാര ഭൂമി. താളമേളവാദ്യനാദം സാഹിതീയാം കോകിലഗീതം വിവിധ ജാതി മതവംശജ സഹജരെ പോലൊന്നായി നവയുഗത്തിൻ പൊൻകതിരുകൾ വിളയിച്ചിടും ഭൂമി. ശ്യാമസുന്ദര കേരകേദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. ഹംസദൂതിലുണരും നളഹൃദയത്താളമോടെ ദമയന്തിയാടുമാലോല നടന വേഗങ്ങൾ തൂവുമഴകിൽ കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ. കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം
കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം സായിപ്പേ, do you like our Kerala's പ്രകൃതി ഭംഗി? Yeah. Kerala is very beautiful. Thank you, thank you. I want to know more about Kerala. How Kerala is formed. ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ഇതിനുത്തരം ഞാൻ പറയാം. 1956 നവംബർ 1 പരശുരാമ മഴുവെടുത്ത് ഒരു ഒറ്റയേറി ഇതാ കിടക്കണ കേരളം. ഒന്ന് പോടും. 1956 നവംബർ 1 ആ 1 മഹാബലി വാമനം ചവിട്ടി താഴ്ത്തി. ആരായി മഹാബലി? കേരളം ഭരിച്ചിരുന്ന രാജാവും. എന്തൊക്കെ പറഞ്ഞാലും പരശുരാമ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത്. ഓഹോ, അപ്പൊ പിന്നെ കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ പരശുരാമനേക്കാൾ മുന്നേ വന്ന അവതാരമായ വാമനൻ എങ്ങനെ ചവിട്ടി താഴ്ത്തി? അയ്യടാ, ഏതോ ഒരു രാജാവിനെ ചവിട്ടി താഴ്ത്തിയിട്ട് അത് മാവിയുടെ തലയെ കൊണ്ടുവച്ചതാണ്. പരശുരാമൻ തന്നെയാണ് കേരളം ഉണ്ടാക്കിയത്. അല്ല, അതിന് മുന്നേ കേരളമുണ്ട്. ഇല്ല, പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത്. അല്ല. അതെ. അല്ല. അതെ. നിർത്തൂ. ലജ്ജയില്ലേ നിങ്ങൾക്ക് പരസ്പരം അടിയുണ്ടാക്കാൻ? അതും ഒരു ലോകോത്തര എഴുത്തുകാരന്റെ മുന്നിൽ വെച്ച്. മ്ലേച്ഛം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഐതിഹ്യങ്ങളല്ലേ, ഓരോരോ വിശ്വാസങ്ങൾ. എന്തായാലും 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായി. അതിനുശേഷം എല്ലാ നവംബർ 1 തീയതിയും നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്നുണ്ട്. മനസ്സിലായോ സായിപ്പേ? What? കേരളപ്പിറവി ആഘോഷം. കേരളപ്പിറവി. I will say in English. Okay. Please come. Let me explain about. The birthday celebration of Kerala. You know, Kerala is the land of culture, tradition, etc. November 1 is celebrated in Kerala.
മലയാച്ചല മണമുതിരുന്ന മലയാള പൊന്നിനാട് മലനാടിൻ ചിരിയുതിരുന്ന മലയാചല മണമുതിരുന്ന മലയാള പൊന്നിനാട് പൂവുകളും കരിവണ്ടുകളും പൂവാലൻ തുമ്പികളും പൂമണവും പൊൻപുലരികളും മാമലനാട് പൂവുകളും കരിവണ്ടുകളും പൂവാലൻ തുമ്പികളും പൂമണവും പൊൻപുലരികളും മാമലനാട് എന്റെ കേരളം എന്റെ കേരളം മലനാടിൻ ചിരിയുതിരുന്ന മലയാച്ചല മണമുതിരുന്ന മലയാള പൊന്നിനാട് മലനാടിൻ ചിരിയുതിരുന്ന മലയാചല മണമുതിരുന്ന മലയാള പൊന്നിനാട് പൂഞ്ചോലപ്പറവയും മുക്കുറ്റിപ്പൂക്കളും ചേങ്ങിലത്താളവും ഉണരുന്നിതാ പൂഞ്ചോലപ്പറവയും മൂക്കുത്തിപ്പൂക്കളും ചേങ്ങിലത്താളവും ഉണരുന്നിതാ കോകിലവാണിയും കോമള ഭാഷയും മനതാരിൽ നിറയുന്നു ആനന്ദത്താൽ കോകിലവാണിയും കോമള ഭാഷയും മനതാരിൽ നിറയുന്നു എൻ മലയാളം അനന്തരം തോം ചെന്തങ്ങിൻ താളവും പഞ്ചാരി മേളവും സോപാനഗീതവും മൊഴിയുന്നിതാ ചെന്തങ്ങിൻ താളവും പഞ്ചാരി മേളവും സോപാനഗീതവും മൊഴിയുന്നിതാ കാരണഭംഗിയും ഗളഗളനാദവും മനതാരിൽ നിറയുന്നു ആനന്ദത്താൽ കാനനഭംഗിയും കളകളനാദവും മനതാരിൽ നിറയുന്നു എൻ മലയാളം സാഹിബേ, ഹൗ ഇസ് ദ കേരളപ്പിറവി ഡേ ആഘോഷം ഓഫ് കേരള? എന്ത് വൃത്തികെട്ട ഇംഗ്ലീഷാണ് നീ പറയണത്? ഓ, ഇയാൾ വലിയ ഇംഗ്ലീഷുകാരൻ. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ യു. നിനക്ക് മലയാളം മാത്രമല്ലേ അറിയാവൂ? യു ആർ ദ ഇൻസൾട്ട് ഓഫ് ദ മലയാളം. ഞാൻ ഇൻസൾട്ട് ചെയ്തതൊന്നും അല്ല. ചെയ്തു ഇൻസൾട്ട് ചെയ്തു, അങ്ങേറ്റം ഇൻസൾട്ട് ചെയ്തു. മലയാളമേ, സാറിന് വേണ്ടി എന്റെ മാപ്പ്. യു ഷട്ട് അപ്പ്. ഞാൻ ഷട്ടപ്പൂല. ഓഹോ, ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി. ഞാനാണ് ഇവിടുത്തെ കൺവീനർ. സെക്രട്ടറിയോട് എതിർത്ത് സംസാരിക്കണം. യു ആർ ഡിസ്മിസ്ഡ്. വേണ്ട, ഞാൻ രാജിവെച്ച് പോകുന്നു. ഓഹോ, നീ അങ്ങനെ രാജിവെച്ച് പോവോ? ആ, ഞാൻ പോവും. നീ പോവോ? ചേട്ടാ അടിയുണ്ടാക്കല്ലേ ചേട്ടാ, നമ്മൾ മലയാളികൾ അടിയുണ്ടാക്കാൻ പാടില്ലേ ചേട്ടാ? ആ, നീ ബംഗാളിയല്ലേടാ? ഞാൻ 20 വർഷമായി കേരളത്തിൽ ജോലി ചെയ്യുന്നു ചേട്ടാ, എനിക്ക് മലയാളം നന്നായി അറിയാം ചേട്ടാ. കണ്ടല്ലോ, ബംഗാളി വരെ മലയാളം പഠിച്ചു. അതാണ് മലയാളത്തിന്റെ മഹത്വം. പക്ഷെ ഒരു മലയാളി പോലും ബംഗാളി പഠിച്ചിട്ടില്ല. അതാണ് മലയാളിയുടെ സ്വഭാവം. ഓ പിന്നെ, തന്റെ കാര്യം പെട്ടെന്ന് തട്ടിയാലേ എന്റെ അമ്മേ എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്, അല്ലാതെ ഓ മൈ ഗോഡ് എന്ന് വിളിക്കാറില്ലല്ലോ. Oh my God!
ഓ സായിപ്പേ, നിങ്ങളടുത്തല്ല, ഞാൻ ഇയാളടുത്തല്ല സംസാരിച്ചത്. മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ. ഇതെവിടെ നിന്ന്? ഇതാരി? മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇയാളാര്? ഏഷ്യാനിലെ മുൻഷിയ? എനിക്കറിയാൻ പാടില്ല. എല്ലാ ഭാഷകൾക്കും മഹാത്മ്യമുണ്ടെങ്കിലും നാവിൻ തുമ്പിലെത്തുന്നത് മാതൃഭാഷ തന്നെയാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയത് ആ ഭാഷയുടെ മഹത്വം വിളിച്ചോതുന്നതാണ്. അമ്മയുടെ വാത്സല്യം പോലെ മാധുര്യമേറിയതാണ് അമ്മ മലയാളവും. നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ. ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ, ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ. ആനയിക്കുമീ ജാലകത്തിലൂടായിരം സുസ്വരങ്ങളെ. നീലവാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ. മലയാളമാം ദൃശ്യചാരുതേ. മലയാളമാം ദൃശ്യചാരുതേ. മലയാളം 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 കുഞ്ഞപ്പ, നീ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ഭാഷ തന്നെയാ നമുക്ക് പ്രിയപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഹിന്ദി മോശമാണോ ചേട്ടാ? ഏയ്, ഹിന്ദി നമ്മുടെ ഔദ്യോഗിക ഭാഷയല്ലേ. Apo English? വേടാ, സായിപ്പ് മലയാളം പറയുന്നത്. ഓ, ശ്രേഷ്ഠ ഭാഷ തന്നെ അണ്ണാ. You answer my question. എനിക്കറിഞ്ഞൂടാ. എന്നാൽ അതും ഞാൻ തന്നെ പറയാം. പല പല ഭാഷകൾ സംസാരിക്കുന്ന പല പല നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കൽ എന്നത് ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. അതിനാൽ ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 15 വർഷത്തേക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാമെന്നായിരുന്നു ആശയം. ശേഷം ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെട്ടു. സേട്ടാ, എന്തായി സേട്ടൻ പറഞ്ഞത്? അത് ഹിന്ദി ബഹുത്ത് അച്ഛാ ഹേ. ഓ, ഫിർ ബോലിയേ.
विश्व के सारे ज्ञान है इसमें, जन जन के मन यही रमी, जन जन के मन यही रमी। मृदुल प्रकृत संगीत भरी, मन भावन पावन प्रीति भरी, मन भावन पावन प्रीति भरी। भारत की अक्षुण्ण एकता को हिंदी से मिली महत्ता, सच है एकता की प्रतीक हिंदी है। आधुनिक भारत की शक्ति हिंदी है। हम धन्य हुए, मूर्धन्य हुए, स्वतंत्रता संपन्न हुए, स्वतंत्रता संपन्न हुए। नव स्वतंत्र एवं कृतज्ञ भारत की भीम श्रद्धांजलि, करे आह्वान विश्व करो स्वागत है बयार हिंदी की चली। पुष्प सुगंध से फैली हिंदी, घर आंगन और गली गली, हिंदी से हम सबको देखो है विकास की दिशा मिली। हिंदी भाषा राष्ट्र की भाषा, प्रजातंत्र के शास्त्र की भाषा। हमारी भाषा कितनी अच्छी भाषा है. ഞങ്ങളുടെ മലയാളം എന്താ മോശമാണോ? I think English is better. തുടങ്ങി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എക്സ്ക്യൂസ് മീ, സോറി, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയോ? ആരാ? മനസ്സിലായില്ല. ഇല്ല, ഒട്ടും മനസ്സിലായില്ല. ഞാൻ വനിത. അത് വേഷം കണ്ടോ മനസ്സിലായി. നിങ്ങളെ പേരാ ചോദിച്ചത്. അയ്യോ, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, മിസ്സിസ് വനിത റാണി. ആരാ സെട്ടാ ഇവര്? ഇത് മിസ്സിസ് വനിതാ റാണി, വലിയ ഡാൻസറാ, പോരാത്തതിന് ഫെമിനിസ്റ്റും. ഫെമിനിസ്റ്റ്? ഓ കോണേ? അരേ ബംഗാളി, സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ സഹിക്കില്ല, ക്ഷമിക്കില്ല. സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമിട്ടാൽ കുറ്റം, സ്ത്രീകൾ ഒന്ന് താമസിച്ച് വീട്ടിൽ ചെന്നാൽ പ്രശ്നം. അടുക്കളപ്പണി ചെയ്യാനുള്ള പാഴ് വസ്തുക്കളാണോ സ്ത്രീകൾ? ഒരിക്കലുമല്ല. അയ്യോ ചേട്ടൻ വിളിക്കുന്നു, അയ്യോ ചേട്ടൻ വിളിക്കുന്നു, അയ്യോ ഇനി എന്താവോ എന്തോ. ഹലോ ചേട്ടാ? ഇല്ല ചേട്ടാ, താമസിക്കില്ല. അയ്യോ അടുക്കളപ്പണി മുഴുവൻ ചെയ്തു, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, മീൻകറിയുണ്ട്. അയ്യോ ചേട്ടാ വീട്ടിലോട്ട് വരുമ്പോ വഴക്ക് പറയല്ലേ ചേട്ടാ, എനിക്ക് പേടിയാ. അയ്യോ വെച്ചോ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങേര് എന്നെ കൊല്ലും. ഇത് താണ്ടാ ഫെമിനിസ്റ്റ്. ചേച്ചി വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റി? കല്യാണം കഴിച്ചതാണ് പ്രശ്നമായത്, കല്യാണമേ വേണ്ടായിരുന്നു. ശേ, നിങ്ങൾ അങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞ് എത്രയോ പേര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഈ കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു യോഗമാണ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതാ ഇങ്ങനെ. ചേട്ടാ ഞാനും കല്യാണം കഴിച്ചില്ല ചേട്ടാ. നീ പോയി ഷാദിക്കാരോനാ, ഷാദിക്കാരോ, നോർത്ത് ഇന്ത്യ ഷാദി. ഇവിടെ കല്യാണം നിക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. നെയ്മാലു നെയ് നെയ്. ആ വാ പറഞ്ഞുതരാം. പേരെന്തായാലും ശരി, താലി കെട്ടൽ കഴിഞ്ഞാൽ അവർക്കൊരു വിചാരമുണ്ട് അവരാണ് അടിമ. പക്ഷെ നമ്മളാണടാ അടിമ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ അപ്പ ചോദ്യം വരും, എവിടെ പോണു? പുറത്തേക്ക് പോണെന്ന് പറഞ്ഞാൽ വീണ്ടും ചോദിക്കും, സ്ഥലത്തിന് പേരില്ലേ? മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കുഴപ്പമില്ലെന്ന്. അപ്പ ചോദിക്കും, ഓ അത്രേ ഉള്ളോ? അതുകൊണ്ട് നീ കല്യാണം കഴിക്കണം. എന്തിനാ ചേട്ടാ? ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, നീയും അനുഭവിക്കണം. അതുകൊണ്ട് കല്യാണത്തിനെ കുറിച്ചുള്ള മൊത്തം ഐഡിയ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. വാ വാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മതിയെവിടെ വിളിയലിയോ, നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണെടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിട്ടുവാണെടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസെടാ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം
ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനം എല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി പരത്തി ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല സ്വർണ്ണപ്പെട്ടിൻ തട്ടക്കാരി പച്ചത്തത്തമ്മേ സുന്ദരമാരൻ വന്നേ വന്നേ കള്ളിപ്പെണ്ണെ കള്ളക്കണ്ണി നാണച്ചേലോടെ സുന്ദരി നിന്നെ കണ്ടേ കണ്ടേ പെണ്ണെ നിന്റെ കൽവിൻ ചന്തം കൊയ്യ വരുന്നാള് നീരാവിൻ മൊഹബത്തിൻ ഒന്നാം പെരുന്നാള് സ്വർണ്ണപ്പെട്ടിൻ തട്ടക്കാരി പച്ചത്തത്തമ്മേ സുന്ദരമാരൻ വന്നേ വന്നേ കള്ളിപ്പെണ്ണെ കള്ളക്കണ്ണി നാണച്ചേലോടെ സുന്ദരി നിന്നെ കണ്ടേ കണ്ടേ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ കണ്ണാടി കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിലിന്ന മാരൻ വന്നു തേനാടേ മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്ക കണ്ണാളെ റംഗിൻ താമര പൂന്തേനെ തടുത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ കുരുവികളെ വരുകുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളെ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധു വാസന്തരാവിൽ പട്ട
ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ ചുവടുവച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ട് നേരാം ആശംസ ഇതാണ് എന്റെ നായിക. നായികയോ? ആരാടോ താൻ? ഞാൻ ഡയറക്ടർ ഡിജോ ജോർജ് പുളിശ്ശേരി. എന്റെ സിനിമയിൽ താങ്കൾക്കൊരു വേഷമുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുത്തുമ്പോൾ നിസ്സഹായായി നോക്കി നിൽക്കുന്ന ഒരു അബലയായ സ്ത്രീ. അല്ലെങ്കിലും വനിതകളെ അബലകളായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ ഡയറക്ടർമാരുടെ സ്ഥിരം പരിപാടിയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഈ രീതി സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. സിനിമയിലൂടെ പ്രശസ്തരായ ഒട്ടേറെ സ്ത്രീകളുണ്ട്. എത്ര സ്ത്രീകളാണ് അവാർഡുകൾ വാരിക്കൂട്ടിയത്. ശാരദ, ശോഭന, മീര ജാസ്മിൻ എന്നിവർക്കൊക്കെ നാഷണൽ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് എല്ലാവർക്കും ലഭിച്ച അംഗീകാരമാണ്. നാഷണൽ അവാർഡ് പുരുഷന്മാരും കിട്ടിയിട്ടുണ്ട്. അഭിനയത്തിന് തമ്പുരാൻ മോഹൻലാൽ, പിന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്ക, ഇവരുടെയൊക്കെ അഭിനയത്തിന്റെ 7 ഇല തരൂ. അഭിനയം അത് ഒരു കലയാണ്. സിനിമ ആ കലയെ വലുതാക്കുന്ന ഒരു മാധ്യമവും. അത് ശരിയാ. അടുത്ത പ്രോഗ്രാമേ നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് ആണെന്നേ. ആഹാ, എത്ര നാളായ ഒരു സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ട്. മലയജസുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുഗണ മനുപമരതിലനികേ മലയജസുരഭില പുളകിത നിമിഷമിതേ നീതാ മനസ്സിജ മധുഗണ മനുപമരതിലനികേ മധുവാദിനി മതിമോഹിനി ഏകാന്ത സ്വപ്നത്തിൻ തേരേറിവാ എൻ മനസ്സിൻ പാനപാത്രം നീ നുകരാൻ വാ നിൻ പൊൻചിരി തേൻ മഞ്ചരി വാ 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 സഖി വാ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ
രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ, ആത്മസംഗീത ശില്പം നീയല്ലേ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ മധുമതി മലർവി മധുഗണമുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. ഈരാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻ തിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണു ചൊരിയു നീ രാഗം, ഉണരു നീ വീണു ചൊരിയു നീ രാഗം. കൊഞ്ചും നിന്നിൻപം എൻ നെഞ്ചിൽ വീണ മോളും വീണും പാടും ഈരാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻ തിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണു ചൊരിയു നീ രാഗം, ഉണരു നീ വീണു ചൊരിയു നീ രാഗം. മലയാള സിനിമയ്ക്കെന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് നല്ല നടന്മാരെയും നടിമാരെയും സംഭാവന ചെയ്ത ഒരു കൊച്ചു നാടാണ് നമ്മുടെ കേരളം. ഇതാ അവരിൽ ചിലർ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം
തേരോട്ടം തേരോട്ടം തേരോട്ടം ചിട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിഴികളാടി. ഒന്ന് വെറുതെ ഇരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. കസ്തൂരിമാൻമിഴി മലർശരം നെയ്തും കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തും. കസ്തൂരിമാൻമിഴി മലർശരം നെയ്തും കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തും. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരം നെയ്തും കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തും. നിർത്തിനടാ ഈശ്വടാ. ഞാൻ നിവിൻ പോളിയുടെ ലവ് ആക്ഷൻ ഡ്രാമ സിനിമ കണ്ടു. അതിലെ ഓൺ ദ ഫ്ലോർ ബേബി പാട്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഓർത്തുപോയി. വളരെ നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഭാവം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ. ഇതുപോലെ എന്റെ കരിയർ, എന്റെ അംബിഷൻ, അതാണ് എനിക്ക് വലുത്. വെറുതെ പ്രേമിച്ചു കളയാനിപ്പോ സമയമില്ല. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക. ഉടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the body baby, patulengi podi. On the floor baby, hit it hard baby, rock the body baby, patulengi podi.
അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഏത് തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. രംഗനാഥൻ കോയിലിലെ തങ്കമുഖം സ്വാമിയല്ലേ, രംഗനാഥൻ കോയിലിലെ തങ്കമുഖം സ്വാമിയല്ലേ, വൃന്ദാവന കണ്ണാണിയിൽ വൃന്ദാവനത്തേരിൽ വായോ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും. മണിമുറ്റത്താവണി പന്തൽ നീലാപ്പു പോലെ അടിയാരത്തമ്പിളിപ്പന്തൽ, മണവാട്ടി പെൺമകന്ന് പാപ്പൂമി പൂത്തിറങ്ങ്, ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ, ഇന്നല്ലേ നിന്റെ കല്യാണം. I am Bharat Chandran. Just remember that. മധുമാസം വിരിയണ് വിരിയണ് മനമാകെ കുളിരണ് കുളിരണ് തില്ലാന ഹേ തില്ലാന, ഉടലാകെ പൊതിയണ് പൊതിയണ് പുതുമഞ്ഞും കുഴയണ് കുഴയണ് തില്ലാന ഹേ തില്ലാന. തോണിപ്പാട്ടിൻ തീരത്ത് വീടുറങ്ങും നേരത്ത് ആരാരോ കരിവളയിട്ടു, അറിയാതൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുട്ട്, അവളൊരു താഴം പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്. മൂസ CID മൂസ. मैंने प्यार किया, क्या किया? प्यार किया तो डरना क्या, मैंने प्यार किया, प्यार किया तो डरना क्या. चल चल अकेले हम अकेले तुम तो क्या, कभी खुशी कभी हम है, अकेले हम अकेले तुम कभी खुशी कभी हम. मुझे कुछ कहना है, क्या कहना, कुछ कुछ होता है. मैंने प्यार किया, अरे बस करो यार. प्यार किया तो डरना क्या. मैंने प्यार किया, प्यार किया तो डरना क्या. पागल है क्या तू? നിനക്ക് ഞാൻ വച്ചണ്ടേ ഗുണ്ടുമുളകെ. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നിള നീർ സ്വന്തമാക്കും. മേഘപ്പളുങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മിടിച്ചു നിന്ന് മാറത്തി ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും.
ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കേ. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. കനകത്തിൻ താമരൈ പ്രണയത്തിൻ താളുകളിൽ കാകുന്തളമെഴുതുമ്പോൾ ആരോടും ഒരേ ഒരു രാജാവ്. കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളം പുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. This dance is very nice. ഇതൊക്കെ എന്ത് ഡാൻസ്? നമ്മുടെ തിരുവാതിരയുടെ ഒരു ഭംഗി ഇതിനുണ്ടോ? What is തിരുവാതിര? നമ്മൾ ഈ ഓണത്തിന് പൂക്കളമൊക്കെ ഇട്ട് പെൺകുട്ടികൾ സെറ്റിമുണ്ടൊക്കെ ഉടുത്ത് മഹാബലിയെ വരവേൽക്കാൻ നൃത്തം ചെയ്യും. മഹാബലി ഓ ബാഹുബലി? ബാഹുബലി അല്ലടാ, മഹാബലി. മഹാബലി ഓ കോനെ? അത് ഓണത്തിന് വരുന്ന ഒരു രാജാവാണ്. നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഓണത്തിനോടനുബന്ധിച്ച് പലയിടത്തും വള്ളം കളികളും നടത്താറുണ്ട്. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറയാൻ വരെയല്ലേ? അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അറിയാം കുറെ കാര്യങ്ങൾ. ഓണത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടോ മലയാളികളുണ്ടാ? വാ ബംഗാളി, ഞാൻ പറഞ്ഞുതരാം. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. പഞ്ഞമാസമായ കർക്കടകം കഴിഞ്ഞ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ കർഷകർ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. നാലുകണ്ട നടുക്കണ്ടത്തിൽ ചേനൻ കാളയെ പൂട്ടി തെയ്താരാ തെയ്താര തെയ്താര തെയ്തകതാര തെയ്താര 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 തെയ്തകതാര തെയ്താര 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 തെയ്തകതാര തെയ്താര തെക്കുന്ന് വടക്കോട്ടു ചേനൻ കൊടുപ്പതു പേർന്നേ തെയ്താര 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 തെയ്തകതാര തെയ്താര മലയാളിയുടെ പ്രതീക്ഷയും ഓർമ്മയുമാണ്. ഓരോ ഓണവും മലയാളിക്ക് ഓരോ മധുര പ്രതീക്ഷ തന്നെയാണ്. ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഐതിഹ്യം കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാ അതിലേക്കായി ഒരു എത്തിനോട്ടം. പ്രഭോ, 2 കർഷകർ അങ്ങയെ മുഖം കാണിക്കാൻ എത്തിയിട്ടുണ്ട്. വരാൻ പറയൂ. ഈ ഫലവർഗ്ഗങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് പ്രഭു. ഇത്തവണ നല്ല വിളവ് കിട്ടി. അതിൻ്റെ സന്തോഷം അങ്ങയെ ഞങ്ങൾ അറിയിക്കാൻ വന്നതാണ്. അങ്ങിതെല്ലാം സന്തോഷപൂർവ്വം കാണിക്കയായി സ്വീകരിച്ചാലും. നോം ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. സ്വന്തമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നമ്മുടെ നാടിനെ സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായും ബഹുമാനം അർഹിക്കുന്നു. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. ഇവർക്ക് കൈ നിറയെ സമ്മാനങ്ങളും കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണം മന്ത്രി. ഓ പ്രഭു. മന്ത്രി, നമ്മുടെ നാടും നാട്ടാരുമെല്ലാം നല്ല സന്തോഷത്തിൽ തന്നെയാണോ? സംശയം എന്താ പ്രഭു?
നമ്മുടെ കേരള രാജ്യം അങ്ങയുടെ ഭരണത്തിന് കീഴിൽ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും വിളങ്ങുകയാണ്. ദാ ഈ മട്ടുപ്പാവിൽ നിന്നൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ജനങ്ങൾ എത്ര ആഹ്ലാദഭരിതരാണോ. അവർ വിദ്യ കൊണ്ട് പക്വമതികളും വിവേകമുള്ളവരുമായിരിക്കുന്നു. പരസ്പരം സംഘർഷങ്ങളില്ല, കള്ളത്തരമോ വഞ്ചനയോ ചതിയോ ഒന്നുമില്ല. സമ്പന്നൻ, ദരിദ്രൻ, ശക്തിമാൻ, ബലഹീനൻ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ജാതിമത ചിന്തകളുമില്ല. നമ്മുടെ കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ ധാന്യങ്ങളും ഫലമൂലാദികളും കൊണ്ട് അറപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പ്രകൃതി പോലും ഈ അവസരത്തിൽ പ്രസന്നമായ ഭാവം ഉൾക്കൊണ്ടിരിക്കുന്നു. സന്തോഷമായി മന്ത്രി. ഇനിയും നമ്മുടെ പ്രജകൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. വളരെ സന്തോഷമായി പ്രഭു. ആരിത്? ദേവേന്ദ്രനോ? വരൂ വരൂ. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ദേവലോകത്ത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഹാപ്രഭു, സർവജ്ഞാനിയായ അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ? ദേവലോകത്തെ കാര്യങ്ങൾ അത്ര സുഖമുള്ളതല്ല. ആരെയും മോഹിപ്പിക്കുന്ന ഈ സ്വർഗവും ദേവലോകവുമെല്ലാം ഇപ്പോൾ ഭീഷണിയുടെ വക്കീലാണ്. ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലാണ് പ്രഭു. അതിനു മാത്രം ഇവിടെ എന്തുണ്ടായി ദേവേന്ദ്ര? പ്രഭു, ഭൂമിയിൽ കേരളം എന്നൊരു കൊച്ചു നാടുണ്ട്. അവിടെ മഹാബലി എന്നൊരു അസുര രാജാവ് തന്റെ സദ്ഭരണം കൊണ്ട് അവിടം സ്വർഗതുല്യമാക്കി പ്രജകൾക്ക് പ്രിയങ്കരനായി തേനും പാലും ഒഴുക്കുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ ദേവേന്ദ്ര? പ്രഭു, ഭൂമിയും സ്വർഗതുല്യമായാൽ ദേവലോകത്തെ ആരാണ് വിലമതിക്കുന്നത്? മാത്രമല്ല, ഇങ്ങനെ പോയാൽ അദ്ദേഹം ദേവലോകത്തെ കീഴടക്കി ഞങ്ങളെ എല്ലാം പുറത്താക്കും. അതിന് അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം. ദേവലോകത്തിന്റെ പ്രശസ്തി നിലനിർത്തണം. ശരി, അങ്ങനെയാകട്ടെ. ഞാൻ വാമനനായി ഭൂമിയിൽ ഉടൻ അവതരിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. വളരെ നന്ദി പ്രഭു. പ്രഭു, ഒരു സാധു ബ്രാഹ്മണൻ അങ്ങയെ മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നു. അദ്ദേഹത്തോട് വരാൻ പറയും. നമസ്കാരം മഹാരാജൻ. നമസ്കാരം. വരൂ വരൂ. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? പ്രഭു, മലയാള രാജ്യത്തിന്റെ പ്രശസ്തി ഇപ്പോൾ സർവ്വലോകങ്ങളിലും പാട്ടായിരിക്കുന്നു. എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. അങ്ങ് ധർമ്മിഷ്ഠനും മഹാദാനശീലനുമാണെന്ന് കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണനായ അങ്ങയ്ക്ക് എന്ത് ആവശ്യമാണുള്ളത്? അങ്ങയുടെ ആഗ്രഹം പറയൂ. എൻ്റെ രാജ്യത്തെ വിലപിടിപ്പുള്ള സ്വത്തുക്കളോ വസ്തുവകകളോ എന്തും അങ്ങയ്ക്ക് ചോദിക്കാം. പ്രഭു, അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി. എനിക്ക് അങ്ങയുടെ വിലപിടിപ്പുള്ള ഒന്നും ആവശ്യമില്ല. വെറും 3 അടി മണ്ണ് മാത്രം തന്നാൽ മതിയാകും. ഞാനത് അളന്നെടുത്തുകൊള്ളാം. വെറും 3 അടി മണ്ണോ? നോം ഈ കേരള മഹാരാജ്യത്തിൻ്റെ അധിപനാണ്. അങ്ങയ്ക്ക് എത്ര വേണമെങ്കിലും അളന്നെടുക്കാം. വേണ്ട പ്രഭു, എനിക്ക് വെറും 3 അടി മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിന് അനുവാദം നൽകിയാൽ മതിയാകും. ഓ, അങ്ങയുടെ ഇഷ്ടം. മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ അനന്തരം ആകാശം മുട്ടുന്ന ഭീമാകാരനായി വളർന്നു. 1-ാമത്തെ അടി കൊണ്ട് ഭൂമിയും 2-ാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നെടുത്തു കഴിഞ്ഞു. 3-ാമത്തെ അടി വയ്ക്കാൻ സാധിക്കാതെ കാലുയർത്തി നിൽക്കുന്നു. മഹാരാജൻ, അങ്ങ് ഈ സാധു ബ്രാഹ്മണന് നൽകിയ വാക്കു പാലിക്കണം. ഇനിയിപ്പോ 3-ാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കും? മഹാബ്രാഹ്മണ, നമുക്ക് മരണത്തെ ഭയമില്ല. അതിനേക്കാൾ വലുതാണ് നാം കൊടുത്ത വാഗ്ദാനം. 3-ാമത്തെ അടി നമ്മുടെ ശിരസിൽ ചവിട്ടി നമ്മെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊള്ളൂ. മഹാബലി, നാം മഹാവിഷ്ണുവാണ്. താങ്കളുടെ ധർമ്മിഷ്ഠതയിൽ നാം സംപ്രീതനായിരിക്കുന്നു. പാതാളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് അങ്ങയ്ക്ക് എന്തു വരമാണ് വേണ്ടത്? പ്രഭു, അടിയൻ ഈ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് എൻ്റെ പ്രജകൾക്ക് വേണ്ടിയാണ്. വർഷത്തിലൊരിക്കലെങ്കിലും എനിക്കെൻ്റെ പ്രജകളെ കാണാനും സുഖവിവരങ്ങൾ അറിയാനുമുള്ള അവസരമുണ്ടാകണം. അങ്ങ് മഹാനായ ചക്രവർത്തിയാണ്. അങ്ങയുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കും. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ തീർച്ചയായും അങ്ങയ്ക്ക് തൻ്റെ പ്രജകളെ കാണുവാനുള്ള അവസരമുണ്ടാകും. തഥാസ്തു. വളരെ നന്ദി പ്രഭു. ഇതാണ് ഓണത്തിന്റെ ഐതിഹ്യം. ചിങ്ങമാസത്തിലെ അത്തം തുടങ്ങി 10 നാൾ പൂക്കളമൊരുക്കി മാവേലി തമ്പുരാനെ വരവേൽക്കാനായി ഒരുങ്ങുന്നു. മലയാളക്കര ഒന്നാകെ ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ഓണത്തപ്പനെ വരവേൽക്കുന്നു. ഇതാ ഈ വിസ്മയ കാഴ്ചയിൽ നമുക്കും പങ്കുചേരാം. ഒന്നിക്കലിന്റെ ഓർമ്മയാണ് ഓണം.
ജാതിയും മതവും കൊഴിഞ്ഞ് സമഭാവനയുടെ രജത പുഷ്പങ്ങൾ വിരിയാൻ ഓരോ ഓണവും പര്യാപ്തമാകട്ടെ. നോ 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 നോ, ദിസ് ഈസ് നോട്ട് തിരുവാതിര. തിരുവാതിര വരാൻ പോകുന്നതേ ഉള്ളൂ. ദേ, ആ കുട്ടികളാണ് തിരുവാതിര കളിക്കാൻ പോകുന്നത്. തിരുവാതിര കുട്ടികളൊക്കെ വരട്ടെ. ഈ കുട്ടികളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തൂ. ശ്രീമദനന്തപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം. ശ്രീമദനന്തപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം. നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തിക്കളിച്ചിടണം. സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തിക്കളിച്ചിടണം. സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. തോം തത്തിന്തകത്തോം തിത്താതിമതത്തോം തത്തിന്തകത്തോം തിത്താതിമത ശങ്കര